എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ പ്രേക്ഷകരെ നമസ്കാരം. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്തെന്നാൽ നിങ്ങളുടെ ഷെയറും സബ്സ്ക്രിപ്ഷനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങളെനിക്ക് വാട്സപ്പിലൂടെ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ തുടരുകയും ചെയ്യും. ഇന്ന് നമുക്ക് കന്നിരാശിയെപ്പറ്റി സംസാരിക്കാം. കന്നിരാശിയുടെ അധിപൻ ബുധനാണല്ലേ. അതൊരു ഉഭയരാശിയാണ്. എവിടെയും ഒരു ഫ്ലെക്സിബിലിറ്റി അവർക്കുണ്ടാവും. ജീവിതത്തിൽ എവിടെ പോയാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി അവർക്ക് സാധാരണഗതിയിലുണ്ട്. വളരെ ബുദ്ധിശാലികളായിരിക്കും. പ്രാക്ടിക്കലി, അതായത് ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും, പ്രാക്ടിക്കലായിട്ട് ജീവിക്കുന്നവരായിരിക്കും. എല്ലാത്തിലും ഒരു പെർഫെക്ഷൻ അവർ ചിന്തിക്കും. ഈ പെർഫെക്ഷൻ ചില സമയത്ത് അവർക്ക് പ്രശ്നമായിട്ട് വരും. അതായത് ഇപ്പോൾ കന്നി രാശിയായാലും കന്നി ലഗ്നമായാലും സാധാരണയായി കാണുന്നത് അവർ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും നടക്കണം, ഇതിങ്ങനെ പോകാവൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അത് മറ്റുള്ളവരിൽ നിന്നും അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ചില പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. വളരെ ഹമ്പിളാണ്. ഇക്കാര്യത്തിലൊക്കെ കന്നിരാശി എപ്പോഴും നല്ല ഒരു ഇതാണ്. എന്നാൽ അതിൽ നിൽക്കുന്ന ചില ഗ്രഹങ്ങളുടെ വീക്ഷണമുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പം രാശിയുടെ അധിപനെ വെച്ച് മാത്രമല്ല നമ്മൾ പറയുന്നത്. രാശിയുടെ അധിപനെ വെച്ച് പറയുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്നാൽ പിന്നെ എന്താ ഇന്ന ഒരു പർട്ടിക്കുലർ വ്യക്തി കന്നിരാശിയാണല്ലോ, എന്തുകൊണ്ട് എന്താ അവർ അത്ര അഡ്ജസ്റ്റബിൾ അല്ലാത്തതെന്ന് ചോദിക്കും. കാരണം ഈ രാശിക്കകത്ത് പല പ്ലാനറ്റ്സും ചിലപ്പോൾ വന്നു വിടാനുണ്ട്. നമ്മുടെ ജനനസമയത്തെ ഇതനുസരിച്ച് പല തരത്തിലുള്ള പ്ലാനറ്റ്സും വരും. അപ്പോൾ നമുക്ക് ആ പ്ലാനറ്റ്സിൻ്റെ സ്വഭാവവും തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. ഇന്ന് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റ്സിൻ്റെ അല്ല, പ്ലാനറ്റ്സിൻ്റെ സബ്ലോഡിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കും. അത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ KP അസ്ട്രോളജിയിലാണത് പൊതുവെ കാണുന്നത്, പറയപ്പെടുന്നത്. ആ സബ്ലോഡ് തിയറിയാണ് ഇതാണ് ഒരാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാകും. അതായത് ഒരു വ്യക്തിയുടെ ജാതകം കണ്ട ആ വ്യക്തിയുടെ രൂപം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ലഗ്നത്തിൻ്റെ സബ്ലോഡ് എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് ആ സബ്ലോഡിൻ്റെ സ്വഭാവം അനുസരിച്ചും രാശിയുടെ സ്വഭാവം അനുസരിച്ചും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ പല കാര്യങ്ങളും, എന്ത് അസുഖമാണ് ഫ്യൂച്ചറിൽ ഈ വ്യക്തിയെ ബാധിക്കാവുന്ന ചാൻസ് ഉള്ളത് എന്നുവരേക്കും പറയാൻ പറ്റും. 6ാം ഭാവാധിപൻ്റെ സബ്ലോഡ് നോക്കിയാൽ അത് എവിടെയാണ് ജാതകത്തിൽ നിൽക്കുന്നതെന്ന് നോക്കിയാൽ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും അസ്ട്രോളജിയിലൂടെ ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ 2025 കന്നിരാശിയെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. പൊതുവെ 2025 ഞാൻ പഴയ മുമ്പേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞ മാതിരി ഗുരു, രാഹുകേതുക്കൾ, ശനി എന്നുള്ള മെയിനായിട്ടുള്ള 4 ഗ്രഹങ്ങളുടെ മാറ്റമുണ്ട്. ഗുരു ഏകദേശം മെയ് 14 മിഥുനത്തിലേക്കും, രാഹു മെയ് 18 കുംഭത്തിലേക്കും, കേതു ചിങ്ങത്തിലേക്കും, മെയ് 18, ശനി വന്ന് മാർച്ച് 19 കൂടി മീനരാശിയിലേക്കും മാറുന്നതായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ എക്സാക്റ്റായിട്ട് ഈ ഡേറ്റിലല്ല മാറുന്നത്. അന്ന് ആ പോയിൻ്റ് ക്രോസ് ചെയ്യുക അത്രേ ഉള്ളൂ. സോ നമുക്കതിനെക്കാട്ടി കുറച്ച് ഒരു 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി പല അനുസരിച്ചിരിക്കും. കാരണം ശനി വന്നിട്ട് ഒരു 5 ഡിഗ്രിക്കും ഏകദേശം 3 ഡിഗ്രി വരയ്ക്കും മുമ്പേ അതിൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങും, നല്ലതായാലും ചീത്തയായാലും. അതുപോലെ ഓരോ രാശികളും മനസ്സിലായല്ലേ, ഓരോ പ്ലാനറ്റ്സുകളും അങ്ങനെ സംഭവിക്കും. ഗുരു ഏകദേശം 9 ഡിഗ്രിക്ക് മുമ്പ് തന്നെ അതിൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങും. അത് നമുക്ക് എങ്ങനെ ബാധിക്കാൻ തുടങ്ങുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഒരു സേഫർ സൈഡായിട്ട് നമ്മൾ വന്നിട്ട് ഈ മെയ്യെന്നും മാർച്ചൊന്നും എടുക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഫെബ്രുവരി ലാസ്റ്റ് മുതൽ ഏകദേശം എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. പിന്നെ കന്നി രാശിക്ക് എങ്ങനെയാണ് ഇത് മാറ്റം സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കന്നി രാശിയിൽ 3 നക്ഷത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ഒന്ന് വന്ന് ഉത്തരം,
അതായത് എൻ്റെ 2, 3, 4 പാദങ്ങൾ, ഒന്ന് അത്തം, ഒന്ന് ചിത്തിര, 1, 2 പാദങ്ങൾ. അങ്ങനെ 3 നക്ഷത്രങ്ങളുടെ, അതായത് ഉത്തരത്തിൻ്റെ 2, 3, 4 പാദം വരും. ആദ്യം 1-ാം പാദം ചിങ്ങത്തിൽ പോകും. അതുപോലെ അത്തം ഫുള്ളായിട്ട് ആ നക്ഷത്രം ഉണ്ടാകും, ചിത്തിര 1, 2 ഉണ്ടാകും. ഉത്തരം എന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാണ്, അത്തം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്, ചിത്തിര എന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, ബുധൻ രാശിയാധിപതി, ഇതിൽ ഈ 3 നക്ഷത്രങ്ങളുണ്ട്. ഈ 3 നക്ഷത്രങ്ങൾക്ക് 3 ഗ്രഹങ്ങളുണ്ട്. ഈ 3 നക്ഷത്രങ്ങളുണ്ട്. ആ 3 നക്ഷത്രങ്ങൾക്കും 3 ഗ്രഹാധിപന്മാരുണ്ട്. യഥാക്രമം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ. അപ്പം ഇതിലിരിക്കുന്ന നക്ഷത്രങ്ങളുടെ സ്വഭാവം അവിടെ വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചൊവ്വ ചിത്തിരയുള്ള ഒരു ചിത്തിര നക്ഷത്രമാണെന്ന് വെച്ചോളുക, കന്നി രാശിയാണെന്ന് വെച്ചോളുക. അദ്ദേഹത്തിന് ബുദ്ധിശാലിയായിരിക്കും, പക്ഷേ ആൾ കുറച്ച് ഷ്രൂഡും ആയിരിക്കും. ഷ്രൂഡ് ഇൻ ദ സെൻസ് കുറച്ചുകൂടെ ഒരു വിഗറായിരിക്കും, കുറച്ച് എന്താ അല്ലാത്ത ഒരു നമ്മൾ പറയത്തില്ലേ, ചില വ്യക്തികളെ പറയത്തില്ലേ, കൂടുതൽ കുറച്ച് ഇതായിട്ട് നിൽക്കുന്നുണ്ട്, കുറച്ച് ഷ്രൂഡായിട്ട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളതായിരിക്കും. ശരീരത്തിൻ്റെ മസിൽസിനെയാണ് അവർ കൂടുതൽ കാണിക്കുക. എന്തെടുത്താലും കൈ നീട്ടി കാണിക്കും. ഞാൻ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും എന്ന് പറയുന്ന വ്യക്തികളെ കണ്ടിട്ടില്ലേ. അപ്പം അവരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ചൊവ്വയാണ് മുമ്പിൽ നിൽക്കുന്നത്. ആ ചൊവ്വയുടെ അത് എവിടെ നിൽക്കുന്നാലും ശരി, പേര് അപ്പോൾ അതിൻ്റെ ചൊവ്വയുടെ കൂടെ ബുദ്ധിയും കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആലോചിക്കുക, ബുധൻ്റെ ബുദ്ധിയും ചൊവ്വയുടെ ആ ഇതുകൊണ്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ആ ഒരു വ്യക്തിത്വം ആ വ്യക്തിയിൽ ഉണ്ടാകാൻ ചൊവ്വ പ്രത്യേകിച്ച് കന്നിരാശിക്കുണ്ടാവും. ഈ കന്നിരാശി മാത്രമല്ല, കന്നി ലഗ്നത്തിൽ ഇത് സംഭവിക്കാം. മനസ്സിലായില്ലേ? ഒരാളുടെ ലഗ്നമുണ്ട്, രാശിയുണ്ട്. ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാണ്, രാശി എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അങ്ങനെ 2 ഇതാണ് നമുക്കുള്ളത്. ഒരു ത്രികോണമാണെന്ന് വെച്ചോളി. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ത്രികോണമാണ്. അതായത് ലഗ്നം, രാശി, ലഗ്നാധിപൻ. അങ്ങനെ 3 ബിന്ദുക്കളിട്ട് ഒരു ട്രയാങ്കിൾ വരച്ച് എങ്ങനെ ഉണ്ടാകും, അതായിരിക്കും ജീവിതത്തിൻ്റെ ഒരു ടോട്ടൽ വീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ട്രോളജിയെ പറ്റി നമ്മൾ കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചുരുക്കി പറയുകയാണ്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. പിന്നെ അടുത്തത്, ഇപ്പോൾ നമുക്ക് കന്നിരാശിയിലേക്ക് തിരിച്ചു വരാം. മകയിരം നക്ഷത്രത്തിൽ, അതായത് ഉത്തരം നക്ഷത്രത്തിലേക്ക് നമുക്ക് ഉത്തരം നക്ഷത്രത്തിനെ പറ്റി ആലോചിക്കാം. കന്നിയിലെ ഉത്തരം നക്ഷത്രത്തിനെ പറ്റി ആലോചിക്കാം. അതിന് ഇപ്പോൾ നമ്മൾ ഗുരു വന്ന് മകയിരത്തിലേക്ക് മാറുന്നു. അതായത് ഗുരു വന്ന് 21ാമത്തെ നക്ഷത്രത്തിലേക്ക് മാറുന്നു. ഈ 21ാമത്തെ നക്ഷത്രത്തിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ മൂന്നാണ് അതിൻ്റെ എന്താ പറയുന്നത് ധാര. മനസ്സിലായില്ലേ? അതുപോലെ പിന്നെ ശനി വന്ന് 15ാമത്തെ നക്ഷത്രം, അതായത് ഉത്രട്ടാതിയിലേക്ക് മാറുന്നു. അപ്പോൾ അതിൻ്റെ ജന്മധാര വന്നിട്ട് അതായത് 6 പറയും. 6 പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാനുകൂല നക്ഷത്രം എന്ന് പറയും. അതുപോലെ അടുത്തത് ഉത്തര നക്ഷത്രത്തിലേക്ക് രാഹു പൂരിട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നു. ഇത് വന്നിട്ട് ഒരു പിന്നെ 5 ടോട്ടൽ നോക്കുമ്പോൾ 5 അല്ലേ. ഇത് പ്രത്യുതധാരയാണ്. അതായത് നമുക്ക് വീണായിട്ട്, അതായത് ആവശ്യമില്ലാത്ത അലച്ചിലുണ്ടാക്കുന്നൊരു ധാരയാണ്. അങ്ങനെ ഓരോന്നും പിന്നെ കേതു വന്നിട്ട് ജന്മധാരയിലേക്ക് മാറുന്നു. അപ്പം പൊതുവെ ഈ ഉത്തരം നക്ഷത്രത്തിന് ഈ 4 ഗ്രഹങ്ങളും ഇങ്ങനെ 4 തരത്തിലാണ് വർക്കാകാൻ പോകുന്നത്. ഗുരു വന്ന് 3ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പിന്നെ വിപത്ത് ധാര എന്ന് പറയും. ഗുരു വന്നിട്ട് അവിടെ അത്ര ഫേവർ ഈ ഉത്തര നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഗുരു അധികം ഫേവർ ചെയ്യില്ല. മനസ്സിലായില്ലേ? ഫേവർ ഒട്ടും ചെയ്യില്ലെന്നല്ല. കാരണം 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 10ാം ഭാവത്തിലെ ഗുരു വന്ന് സത്കർമ്മം, സദാചാര ചിന്ത, പിന്നെ പാണ്ഡിത്യവയൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ 100 മാർക്ക് കിട്ടില്ല. കാരണം ആ നക്ഷത്രത്തിൻ്റേതായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് അതിനനുസരിച്ചുള്ള പെർസെൻറ്റേജ് കുറയും. മനസ്സിലായോ? ഇത് ഞാൻ പറയുന്നത് ടോട്ടലായിട്ട് പറയുന്നത് പിന്നെ എന്തിനെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോചരാവസ്ഥയെ മാത്രം കണക്കൂട്ടിയാണ് ഞാൻ പറയുന്നത്. ഇതിൽ ജന്മാരൂഢമുണ്ട്, പിന്നെ ദശാഭുക്തിയുണ്ട്, പിന്നെ ദൈവിക സപ്പോർട്ടുണ്ട്. ഈ 4 കൂടെ ചേർന്നാണ് ഒരാളുടെ ടോട്ടലായിട്ടുള്ള
ഇത് ഭാവത്തെ ആ വർഷത്തെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വർഷാവർഷം മാറുന്ന ഈ മെയിനായിട്ടുള്ള ഗ്രഹങ്ങൾ മാറുന്നതുകൊണ്ട് വർഷാവർഷം ഒരു ചെറിയ 30% ടോട്ടൽ ഫലത്തിൻ്റെ 30% നമ്മൾ എടുത്ത് പറയുകയാണ്. ആ 30% ഗുരു എങ്ങനെ വെക്കാമെന്ന് വെച്ചാൽ ഈ ഉത്തരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫുള്ളായി എഫക്റ്റ് കിട്ടില്ല. കാരണം അത് പറഞ്ഞ പോലെ ഒരു വിപത്ത് ധാര എന്ന് പറയും. വിപത്ത് ധാര എന്ന് പറഞ്ഞാൽ വിപത്തുണ്ടാക്കുമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ ആ കാര്യങ്ങൾക്ക് നമുക്ക് ഫുൾ സപ്പോർട്ട്, അത് തരാൻ പോകുന്ന ആ സന്തോഷത്തിന് ഫുള്ളായിട്ട് കിട്ടില്ല. അടുത്തത് നമുക്ക് പിന്നെ ഈ ഉത്തര നക്ഷത്രത്തിൻ്റെ ശനിയെ പറ്റി ആലോചിക്കാം. ശനി വന്നിട്ട് 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് വന്നിട്ട് ഒന്ന് സൂക്ഷിക്കണം. എന്നാൽ 7 വന്നിട്ട് വലിയ ദോഷകാരിയൊന്നുമല്ല. എന്നാലും നമ്മൾ ആരോടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നോ, അതായത് നമ്മളുടെ കസ്റ്റമേഴ്സ് ആകാം, നമ്മുടെ ഭാര്യയാകാം, അതുപോലെ നമ്മുടെ പിന്നെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഏതെല്ലാം വ്യക്തികളുണ്ടോ ആ വ്യക്തികളുമായിട്ട് ഒരു പലതരത്തിലുള്ള പിന്നെ ഒരു എന്താ പറയുക മിസ്കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഒക്കെ ഉണ്ടാകും. മനസ്സിലായില്ലേ? 7ാം ഭാവത്തിലെ ശനി കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാക്കും. അതുപോലെ യാത്രയ്ക്ക് വളരെ ക്ലേശം ഉണ്ടാക്കും. അത് പിന്നെ ജോലി സംബന്ധമായ, അതായത് എല്ലാത്തിനും ഒരു ഇങ്ങനെ നമ്മളിപ്പോൾ എന്താ പറയുക കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ പണം ഉണ്ടാവും. പണത്തിനെ പറ്റി അല്ല ഞാനീ പറയുന്നത്. പണം ഉണ്ടാവും, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശനി ചെയ്യും. മനസ്സിലായല്ലോ? ഇത് മനസ്സിൽ വെച്ചോളുക. ശനി വന്നിട്ട് 7ാം ഭാവത്തിലാണ് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ടോട്ടലായിട്ടുള്ള ഇതിൻ്റെ 30% ശനി വന്നിട്ട് ശനിയുടെ ഭാഗം, അതായത് കർമ്മകാരകനായിട്ട് ശനിയുടെ ഭാഗം ഇങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് എന്താ ചെയ്യേണ്ടത് ഞാൻ പിന്നീട് പറയാം. അതുപോലെ അടുത്ത രാഹു വന്നിട്ട് 6ാം ഭാവത്തിലാണ്. വളരെ നല്ലതാണ്. ദീർഘായുസ് കിട്ടും, അതുപോലെ ശത്രുജയം കിട്ടും. ഇതൊക്കെ രാഹു നിങ്ങൾക്ക് തരാൻ പോകുന്ന കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് കാര്യമാണ്. പിന്നെ പക്ഷേ രാഹു ഇവിടെ 5ാം ഭാവത്തിൽ, അതായത് 5ാം ധാരയിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ 5 എന്ന് പറയുന്നത് പ്രത്യുത ധാര എന്ന് പറയും. കുറച്ച് ആവശ്യമില്ലാത്ത അലച്ചിലുണ്ടാക്കിയാലും ഫലം പോസിറ്റീവായിരിക്കും. പക്ഷേ ഒരു കാര്യം സാധിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടി വരും. കേതു വന്നിട്ട് പിതൃസ്വത്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതേമാതിരി തന്നെ കേതു നിൽക്കുന്നത് പിന്നെ നമ്മൾ 12ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിലുള്ള കേതു വന്നിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ വന്നിട്ട് വീടിനെ വിട്ട് മാറി നിൽക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഉറക്കത്തിനൊക്കെ കുറച്ച് ചെറിയ സ്വപ്നങ്ങൾ കാണുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ പൊതുവേ അതൊന്നും വലിയ ഇതായിട്ട് കാണുന്നില്ല. മനസ്സിലായി? അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞ ഉത്തര നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾക്കാണ് സംഭവിച്ചത്. അത് ഉത്തര നക്ഷത്രം ആദ്യ പാദമല്ല, 2, 3, 4 പാദം. ഇനി അടുത്തത് നമുക്ക് ഇതിനെ പറ്റി ചിന്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തം നക്ഷത്രത്തെ പറ്റി ചിന്തിക്കുക. അത്തം നക്ഷത്രത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ യഥാക്രമം ഗുരു വന്ന് 20ാമത്തെ നക്ഷത്രത്തിലായ മകയിരത്തിലും, പിന്നെ ശനി ഉത്രിട്ടാതി നക്ഷത്രം 14ാമത്തെ നക്ഷത്രമായ ഉത്രിട്ടാതിയിലും, രാഹു 13ാമത്തെ നക്ഷത്രമായ പൂരിട്ടാതിയിലും, കേതു ഏകദേശം 27ാമത്തെ നക്ഷത്രമായ ഉത്തരത്തിൻ്റെ 27ാമത്തെ നക്ഷത്രം എന്തോ പൂരത്തിലുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നാളത്തേക്ക് ഉത്തരത്തിൽ തന്നെ നിൽക്കും, അത് കഴിഞ്ഞ് പൂരത്തിലേക്ക് മാറും. മനസ്സിലായില്ലേ? ഈ ഏകദേശം 1.5 വർഷമാണ് രാഹുകേതുക്കളുടെ പകർച്ചി എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അതിനെ വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഷെയർ ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇത് എന്തൊക്കെ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാക്രമം 2ൽ നിൽക്കുന്ന ഗുരു വന്നിട്ട് തീർച്ചയായിട്ടും ധനധാരയെ നിൽക്കുകയാണ്, പൈസ തരും. അത്തത്തിന് പൈസ വരും. പിന്നെ ശനി 5ാം ഭാവത്തിലാണ്. അത് തീർച്ചയായിട്ടും അലച്ചില് ഉണ്ടാക്കിത്തരും. അലച്ചില് 1ാമത് 7ലെ ശനിയാണ്. അതും അതിൻ്റെ കൂടെ 5ാം ഭാവത്തിലുള്ള പിന്നെ അതായത് 5 എന്ന് പറയുന്ന പ്രത്യുതധാരയായതുകൊണ്ട് അലച്ചിലുകൾ, ഒരു കാര്യം സാധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടതായിട്ട് വരും, ഒന്ന് ചുറ്റി പോകേണ്ടി വരും. അതുപോലെ രാഹു വന്ന് 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4ാമത്തെ ടോട്ടലായിട്ട് 4ആണ്. ആ 4 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ഷേമധാരയാണ്. അത് നല്ല രാഹു നമുക്ക് ഫേവറായിട്ട് വർക്ക് ചെയ്യും. പിന്നെ കേതു 27ാമത്തെ നക്ഷത്രമാണ്. അതും പിന്നെ 27ാമത്തെ നക്ഷത്രം എന്ന് പറയുമ്പോൾ 9 വരും. പരമമൈത്രധാരയാണ്. അതും വലിയ പ്രശ്നമില്ല. ഞാൻ ഈ പറയുന്ന ഈ ടോട്ടലായിട്ട് വരുന്നില്ല 20 എന്ന് പറയുമ്പോൾ 2, 5 എന്നൊക്കെ പറയുന്നില്ലേ, ഇത് നമ്മളെ ന്യൂമറോളജിയും കൂടെ നമുക്ക് ന്യൂമറോളജിയുമായിട്ടും കൂടെ ഒരു കണക്ഷനുണ്ട്. ആ കണക്ഷനും കൂടെ വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു ജാതകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു 360 ഡിഗ്രിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ഞങ്ങൾ KP അസ്ട്രോളജി, ന്യൂമറോളജി,
എന്നുള്ള പല തരത്തിലുള്ള ഒരു ടോട്ടലായിട്ടാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും തന്നിട്ട് ജാതകം നോക്കാൻ പറയരുത് ദൈവത്തെ ഓർത്ത്. കാരണം അത് വന്നിട്ട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജാതകമൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് സമയമെടുക്കും. അതുപോലെ ഈ കാര്യങ്ങൾ നമുക്ക് ജാതകം നോക്കി പെട്ടെന്നൊരു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഉടനെ ഞാൻ മറുപടി അയക്കും. മറ്റ് കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളതിനെ മറുപടിയായിട്ട് അതിൻ്റേതായിട്ടുള്ള മറുപടികൾ തരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഉത്തരത്തെ പറ്റി പഠിച്ചു, അത്തത്തെ പറ്റി പറഞ്ഞു. ഇനി അടുത്തത് വന്നിട്ട് ചിത്തിരയുടെ ലാസ്റ്റ് വന്നിട്ട് തുലാത്തിൽ രാശിയിലേക്ക് പോകും. അടുത്ത 3 രാശി വന്ന് കന്നിരാശിയിലേക്ക് വരും. ചിത്തിരയുടെ അധിപൻ വന്നിട്ട് ചൊവ്വയാണ്. ചിത്തിര അതിൻ്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യും. ഈ ചൊവ്വയുടെ സ്വഭാവം ചിത്തിര കാണിക്കും. എന്ന് വെച്ച് ചിത്രക്കാർ നല്ലതല്ലെന്നല്ല, ചിത്രക്കാർ വളരെ ശുദ്ധമായിട്ടുള്ള ആൾക്കാരാണ്, അവരുടെ മനസ്സ് നല്ലതാണ്. പക്ഷേ ഏതെടുത്താലും ആദി പിച്ചാത്തി എടുക്കുന്ന സ്വഭാവം, അതായത് ആ കയ്യും കാലും നീട്ടുന്ന സ്വഭാവമുണ്ട്. അത് നമ്മളങ്ങ് മറന്നേക്കുക. അത് ചൊവ്വയുടെ ഒരു ക്യാരക്ടറാണെന്ന് മനസ്സ് വിചാരിച്ചോളുക. പിന്നെ ബുധൻ്റെ ആയിട്ടുള്ള ബുദ്ധിശാലിയും കഴിവുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കത് എങ്ങനെ ചിത്തിരയൊക്കെ ഗുരു എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ 19ാമത്തെ, അതായത് 19 ഗുരു എന്ന് പറയുന്നത് 19ാമത്തെ ഭാവമാണ്. അത് ജന്മധാരയാണ്. ജന്മധാര എന്ന് പറയുന്നത്, അതായത് ഒന്ന് വരും ജന്മധാരയാണ്. ജന്മധാര എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മനക്കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് ശനി വന്നിട്ട് 4ലേക്ക് വരുന്നു, അതായത് 13ാമത്തെ നക്ഷത്രമായിട്ട് വരുന്നു. അത് വന്നിട്ട് 4 ക്ഷേമധാരയാണ്. അത് വളരെ നല്ല നക്ഷത്രമാണ്, പ്രശ്നമില്ല. പിന്നെ രാഹു വന്ന് 3ലേക്ക് വരുന്നു, അതായത് 12ാമത്തെ നക്ഷത്രത്തിലേക്ക് വരുന്നു. ഇത് വന്നിട്ട് കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ, ത്വക്കിൽ പ്രസവങ്ങളുണ്ടാകുക, ചെറിയ ചെറിയ മുറിവുകളുണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ രാഹുവിനെ കൊണ്ടുണ്ടാകും. അതിനുള്ള പരിഹാരം ഞാൻ പറയാം. കേതു വന്നതേമാതിരി 26ാമത്തെ നക്ഷത്രമാണ്. 26ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 8ആണ്. 8 പറഞ്ഞാൽ മൈത്രധാരയാണ്. അതുമാത്രമല്ല 26 എന്ന് പറയുന്നത് 26ലുള്ള ഗുരുക്കന്മാരെ, നമ്മളിപ്പോൾ ഉദാഹരണം നമ്മൾ ഓരോരുത്തരും ഓരോ ഗുരുക്കന്മാരെ പൂജിക്കില്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് സായിബാബയെ പൂജിക്കുന്നവരുണ്ട്, പിന്നെ അഗസ്ത്യരെ പൂജിക്കുന്നവരുണ്ട്. ഓരോ ഗുരുക്കന്മാരെ ഓരോ തലത്തിലുള്ള ഓരോ ഗുരുക്കന്മാരെ പിന്നെ ക്രിയാ സായിബാബയെ വിളിക്കുന്നവരുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട്, നിറയെ ആചാര്യന്മാരുണ്ട്, നല്ല ആചാര്യന്മാരുണ്ട്. പിന്നെ അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 26ാമത്തെ നക്ഷത്രം ഏത് ഗുരുവിൻ്റെ നക്ഷത്രമാണോ പിന്നെ നക്ഷത്രത്തിനെ നമുക്ക് സെലക്ട് ചെയ്യണം. മനസ്സിലായി? ആ നക്ഷത്ര ഗുരുവിനെ സെലക്ട് ചെയ്യണം. ആ നക്ഷത്രത്തിലുള്ള സിദ്ധൻ എന്ന് പറയാം, അല്ലെ ഗുരു എന്ന് പറയാം. അദ്ദേഹത്തിനെ സെലക്ട് ചെയ്ത് അദ്ദേഹത്തിനോട് നമ്മൾ കാര്യങ്ങൾ, നമ്മുടെ ഗുരുവായിട്ട് അദ്ദേഹത്തിനെ എടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പം സാധാരണ കാര്യങ്ങൾ നടക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതാണ് 26ൻ്റെ പ്രത്യേകത. 26ാമത്തെ നക്ഷത്രം തീർച്ചയായിട്ടും നമുക്ക് വളരെ പോസിറ്റീവാണ്. ആ 26ാമത്തെ നക്ഷത്രത്തിനുള്ള ഗുരുക്കന്മാരെ സെലക്ട് ചെയ്യണം, അതെടുത്ത് ചെയ്യണം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പരിഹാര മാർഗങ്ങളിലേക്ക് ഞാൻ കിടക്കാം. കാരണം വീഡിയോ വളരെ ലെങ്തായിട്ട് പോകുന്ന മാതിരി തോന്നുന്നുണ്ട്. പൊതുവെ ശനിക്ക് പരിഹാരം വന്നിട്ട് ശിവനാണ്, ധർമ്മശാസ്താവാണ്, മഹാകാളിയാണ്. ഇപ്പം നമ്മൾ എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നക്ഷത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്ന് നോക്കുക. നമ്മുടെ നക്ഷത്രം പറഞ്ഞില്ലേ, കന്നിരാശിയിലെ, കന്നിയെപ്പറ്റി പറയുമ്പോൾ കന്നിരാശിയിലാണ് നിൽക്കുന്നത്. കന്നിരാശി എന്ന് പറയുന്നത് ഒരു പിന്നെ എന്ത് രാശിയാണ്? കന്നിരാശി എന്ന് പറയുന്നത് ഒരു ജലരാശിയാണ്. അപ്പോൾ ജലരാശിയാണെന്ന് നമ്മൾ മനസ്സിൽ കാണുക. നമ്മുടെ രാശി വന്നിട്ട് ഒരു ജലരാശിയാണെന്ന് മനസ്സിൽ വെച്ച് വരിക. കന്നിരാശി എന്ന് പറയുന്നത് മണ്ണ് രാശിയാണ്, അതായത് മണ്ണ് രാശിയാണ്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ശനി ഭഗവാൻ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗുരുവിൻ്റെ ദോഷം മാറ്റണമെന്ന് വിചാരിച്ചോളുക. അപ്പം കന്നിരാശി നമ്മൾ നിൽക്കുന്നത്, ഗുരു യഥാർത്ഥമായിട്ട് പോകാൻ പോകുന്നത് ഇനിയിപ്പോൾ കാറ്റ് രാശിയിലേക്ക്, അതായത് മിഥുന രാശിയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗുരുവിനെ എങ്ങനെ എടുക്കണം നോക്കിയാൽ നമ്മൾ മണം കൊടുക്കണം. അതായത് ഞാൻ ഈ പറയുന്ന പരിഹാരം വന്ന് പഞ്ചഭൂത പരിഹാരങ്ങളാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള പരിഹാരമാണ്. ഇന്ന ആൾക്ക് ഇന്ന രീതിയിൽ പരിഹാരം ചെയ്യണമെന്നുണ്ട്. എല്ലാവർക്കും അഭിഷേകം, എല്ലാവർക്കും നമ്മൾ പിന്നെ എള്ളുതിരി എന്നുള്ളതല്ല അതിൻ്റെ കൺസെപ്റ്റ്.
നമ്മൾ ഏത് ഭാവത്തിലുള്ള ഗ്രഹത്തിനെ എങ്ങനെ നമ്മൾ ചെയ്യണോ അതിൻ്റെ പഞ്ചഭൂതത്തിനെ സെലക്ട് ചെയ്ത് പഞ്ചഭൂതം മുഖാന്തരം നമ്മൾ ചെയ്യും. ഏത് കാര്യം പഞ്ചഭൂതം മുഖാന്തരമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ കാറ്റ് രാശിയിലുള്ള അതായത് മിഥുനരാശിയിലുള്ള ഒരു ഗ്രഹത്തിനെ നമ്മൾക്ക് നമ്മുടെ ഫേവറായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിലും മണം, അതല്ലാന്നുണ്ടെങ്കിൽ മന്ത്രം. ഇത് രണ്ടുമാണ് കാറ്റ് രാശിക്ക് നമ്മൾ ആചാര്യന്മാരാൽ വിധിക്കപ്പെട്ടത്. അതായത് ത്രൂ സ്പേസ് അല്ലേ അത് നടക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുവിന് പരിഹാരം എന്ത് ചെയ്യുന്നത്? ഒന്നിൽ ഗുരുവിന് പരിഹാരം മഹാവിഷ്ണുവാണ്. നമുക്കറിയാം ഗുരുവിൻ്റെ പരിഹാരം മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ 6ാമത്തെ നക്ഷത്രത്തിൽ പോയിട്ട് പിന്നെ മഹാവിഷ്ണുവിന് നമ്മൾ ഒന്നിൽ പൂക്കൾ കൊണ്ട്, മണമുള്ള പൂക്കൾ കൊണ്ട് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല തുളസിയില, നല്ല മണമുള്ള കാര്യമാണ്, തുളസിയില കൊണ്ട് കൊടുക്കുക. അങ്ങനെയുള്ള അല്ലെങ്കിൽ ചന്ദനത്തിരി കൊണ്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മന്ത്രോച്ചാരണോ അല്ലെങ്കിൽ അർച്ചനയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു സഹസ്രനാമോ പറ്റുന്നതനുസരിച്ച് നമ്മുടെ കഴിവനുസരിച്ച് ഭഗവാന് ചെയ്യുക. ആ നക്ഷത്രത്തിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ ഗുരു വന്നിട്ട് നമുക്ക് ഫേവറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ശനിക്ക് ഞാൻ പല പരിഹാരങ്ങളും എൻ്റെ മുൻപുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടൊന്നും മാറ്റമൊന്നുമില്ല. അത് വേണ്ടിയ മാതിരി ചെയ്യുക. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നക്ഷത്രത്തിൻ്റെ 6ാം നക്ഷത്രമൊക്കെ സെലക്ട് ചെയ്ത് അതനുസരിച്ച് പോവുക. അതുപോലെ തന്നെ പിന്നെ രാഹുവിനൊന്നും വലിയ ദോഷമൊന്നുമില്ല. എന്നാലും നമുക്ക് ചെയ്യണമെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ മഞ്ഞൾ കൊണ്ടുള്ള അഭിഷേകം രാഹുവിന് ചെയ്യുക. പുറ്റും മണ്ണുമൊക്കെ എല്ലാം ഞായറാഴ്ചകൾ ചെയ്യുക രാഹുവിന്. കേതുവിന് വന്നിട്ട് പിന്നെ കറുകമാലയോ ഗണപതി ഹോമമോ ഒക്കെ ചെയ്താലും ഇത് എഫക്റ്റ് ആവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് നിറയെ കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇത് ഒരു ജ്യോതിഷം എന്നൊരു മഹാസാഗരമാണ്. വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. സംശയങ്ങൾ സ്വാഭാവികമാണ്. നമുക്ക് മനസ്സിലാകുമെങ്കിൽ നമുക്ക് സംശയങ്ങളും വരും. ദയവ് ചെയ്ത് നിങ്ങളെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഞാൻ പറഞ്ഞത് വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചാക്കുന്നതായിരിക്കും. ജാതകം നോക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. എന്തെങ്കിലും ചെറിയ ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ മാറ്റുക. ജാതകം നോക്കണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ നോക്കുന്നത് ഞാൻ പറഞ്ഞ മാതിരി ഒരു 3-4 കൺസെപ്റ്റുകൾ ചേർത്ത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖാന്തരം അതിനെ കമ്പൈൻ ചെയ്താണ് നോക്കുന്നത്. അത് വന്നിട്ട് സമയമെടുക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എപ്പോഴും എനിക്ക് ഫോൺ എടുത്ത് പ്രതികരിക്കാൻ പറ്റുകയില്ല. അതിൻ്റേതായുള്ള സമയക്കുറവുകളുണ്ട്. അപ്പോൾ വേണ്ടിയ മാതിരി ചെയ്യുക. എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷനും എല്ലാവരുടെയും ലൈക്കും എനിക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കിനും ഓരോ സബ്സ്ക്രിപ്ഷനും എൻ്റേതായിട്ടുള്ള, ഞാൻ വിളിക്കുന്ന ദൈവത്തിൻ്റേതായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. അതുപോലെ നിങ്ങളിത് ഷെയർ ചെയ്യുക, നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാകും. നമസ്കാരം.